ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. തുടർന്ന് ദൈവത്തിന് ഒരു ശരീരമുണ്ടോ അഥവാ ശരീരം ആവശ്യമുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പ്രതീകാത്മകമായ ചിത്രീകരണമാണ് ദൈവത്തിൻ്റെ ശരീരം എന്നുള്ളത്. കൈകൾ, അതിനെക്കുറിച്ച് യേശയ്യാ പ്രവചനം 65:2 എബ്രായ ലേഖനം 1:10 കാണുമ്പോൾ, കാലുകളെക്കുറിച്ച് ഉൽപ്പത്തി 3:8, കണ്ണുകളെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 8:29, 2 ദിനവൃത്താന്തം 16:9, കൂടാതെ ചെവികളെക്കുറിച്ച് നെഹമ്യാവ് 1:6, സങ്കീർത്തനങ്ങൾ 34:15. ഇപ്രകാരം ഭൗതിക പദാവലിയിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനേ കഴിയുകയില്ല എന്നുള്ളതാണ്. മനുഷ്യാത്മാവിനോട് സംസാരിക്കുവാനും ഇടപെടുവാനും ആത്മീയത സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് നൽകിയ ആത്മാവിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. നാം ദൈവ ഭവനത്തിലേക്കുള്ള പുത്രസ്വീകാര്യം പ്രാപിച്ചു എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്നാണല്ലോ റോമാലേഖനം 8:16 വ്യക്തമാക്കുന്നത്. ദൈവം അനന്തമായ ആത്മാവാണ്. സ്ഥലകാല ബദ്ധരായ മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിഗൂഢ സത്യം ആണത് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ദൈവത്തിന്റെ ഓരോ അംശവും അനന്തമാണ്. കാലത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അനന്തതയെ നിത്യത അഥവാ എറ്റേണിറ്റി എന്നാണ് പറയുന്നത്. ദൈവത്തിന് ആരംഭവും അവസാനവും ഇല്ല. ദൈവത്തെ നിത്യദൈവമെന്ന് ഉൽപ്പത്തി പുസ്തകം 21:33 വെളിപ്പെടുത്തുമ്പോൾ, ശാശ്വതവാസി എന്ന് 90-ാം സങ്കീർത്തനത്തിന്റെ 2, യേശയ്യാ പ്രവചനം 57:15 ഈ വാക്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ്. അമർത്യതയുള്ളവനെന്ന് 1 തീമോഥെയോസിന്റെ ലേഖനം 6:16 വെളിപ്പെടുത്തുന്നതും ശ്രദ്ധേയമാണ്. സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അനന്തതയെ അപ്രമേയത എന്നും പ്രപഞ്ചത്തിനുള്ളിലെ തന്റെ സാന്നിധ്യത്തെ സർവവ്യാപിത്വമെന്നും ആണ് പറയുന്നത്. ദൈവത്തിന്റെ സർവവ്യാപിത്വം തന്റെ അസ്തിത്വത്തിന്റെ ആവശ്യ ഘടകമല്ല, പ്രത്യുത സ്വന്തം ഇച്ഛാശക്തിയുടെ സ്വതന്ത്ര വ്യവഹാരം മാത്രമാണ് അതെന്ന് നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യമാണ്. ആത്മീയ അന്ധത പിടിപ്പെട്ടിരിക്കുന്ന സമൂഹത്തെ അടിസ്ഥാനപരമായി നേർവഴിക്ക് നടത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതെ പലതിലും ദൈവത്വം കൽപ്പിച്ച് ആരാധിക്കുന്ന സമൂഹത്തിൽ യഥാർത്ഥ ദൈവം ആരെന്നും ദൈവത്തിന്റെ ആസ്തിക്യത്തെയും മാത്രമല്ല ദൈവവചനത്തിന്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യപ്പെടുന്ന ലോകത്തിൽ മനുഷ്യന്റെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം വിശുദ്ധ ബൈബിൾ നൽകുന്നുണ്ട്. ദൈവവചനമാണ് ഒരുവനെ നിത്യതയിലേക്കുള്ള ജയജീവിതം നയിക്കുവാനായിട്ട് ഉത്തേജനം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതേ ദൈവവചനത്തിന് മാത്രമേ ഒരുവനെ നിത്യതയിലേക്ക് എത്തിക്കുവാനായിട്ട്, അഥവാ കർത്താവിനെ പൂർണ്ണമായി അംഗീകരിച്ച് ആ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്ന ഒരുവന് മാത്രമേ നിത്യത അവകാശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആ തിരുവചനാടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. അടുത്ത ദിവസം വീണ്ടും ദൈവാസ്തിക്യത്തെ കുറിച്ച് നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാമല്ലോ.